വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഇത്തവണത്തെ യാത്ര. പശ്ചിമഘട്ടത്തിൻ്റെ വശ്യമായ സൗന്ദര്യവും ഒട്ടേറെ പാരിസ്ഥിതിക പ്രാധാന്യവുമുള്ള മഹാരാഷ്ട്രയിലെ അംബോളി ഘാട്ടിലേക്കാണ് ഇത്തവണത്തെ യാത്ര. കൂടൽ എന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ചെറുതാണെങ്കിലും മനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ് കൂടൽ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുൻകൂട്ടി പറഞ്ഞു വെച്ച വാഹനത്തിൽ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഹോട്ടലിലേക്ക് പോയി. അവിടെ വെച്ച് ഡ്രസ്സൊക്കെ മാറി പോകുന്ന വഴിയിൽ നിരവധി വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ പ്രശസ്തമായ അംബോളി വാട്ടർഫാൾസിലേക്ക് ഞങ്ങളെത്തി. ഇവിടെ നല്ല തിരക്കാണ്. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ തിരക്ക് കൂടുതൽ. അങ്ങനെ അംബോളി വാട്ടർഫാൾസ് ഒക്കെ ആസ്വദിച്ച് അടുത്ത സ്ഥലമായ ബാബ വാട്ടർഫാൾസിലേക്കാണ് നമ്മളിനി പോകുന്നത്. വളരെ പ്രശസ്തമായ വാട്ടർഫാൾസാണ് ബാബ വാട്ടർഫാൾ. ഒരുപക്ഷെ അംബോളി ഘാട്ടിലെ ഏറ്റവും മനോഹരമായ വെള്ളച്ചാട്ടമാണ് ഇതെന്ന് പറയാം. വാഹനം പാർക്ക് ചെയ്ത് കുറച്ച് ദൂരം മാത്രം നടന്നാൽ മതി. നടക്കുന്ന വഴിയിൽ തന്നെ മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാം. മൺസൂൺ ആസ്വദിക്കാൻ അംബോളിയിലേക്ക് വരുന്നവർ നിർബന്ധമായും റെയിൻകോട്ട്, മൊബൈൽ വാട്ടർ പ്രൂഫിൻ്റെ കവർ ഇതൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. നമ്മളങ്ങനെ അംബോളിയിൽ ബാബ വാട്ടർഫാൾസ് കാണാൻ പോകണം. ബാബ വാട്ടർഫാൾസ് നല്ല മനോഹരമായിട്ടുള്ള വാട്ടർഫാൾസാണ്. അനൂപുണ്ട് കൂടെ. ദിവീന് കുറച്ച് മുന്നോട്ട് പോയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം എന്തായാലും ദിവി അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഈ ബാബ വാട്ടർഫാൾസ് പോകുന്ന വഴിയിൽ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വാട്ടർഫാൾസ് നമുക്ക് കാണാം കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള വാട്ടർഫാൾസാണ്. വളരെ ഉയരത്തിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം എന്നുള്ളതാണ് ഇവിടുത്തെ കൗതുകം. ഇവിടെ വരുന്നവർക്ക് ഇതൊരു മറക്കാനാവാത്ത അനുഭവമായിരിക്കും. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള അനുഭവം വളരെ കൗതുകരമായിട്ടുള്ളൊരു അനുഭവമാണ്. എന്തായാലും ഇവിടെ വരുന്നവർ ഒരിക്കലും ഇത് മറക്കില്ല.
ഇതുപോലുള്ള ഒരു സ്ഥലം, ഒരു ഹിഡൻ സ്പോട്ട് തൃശ്ശൂരുണ്ട്. അതിനെ കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഹിഡൻ സ്പോട്ടാണ്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടാൽ, ഫ്രീ ആകുമ്പോൾ അതൊന്ന് പോയി കാണാം. വളരെ രസകരമായിട്ടുള്ളൊരു ഹിഡൻ സ്പോട്ടാണത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടലാണ്. ഇവിടെയൊക്കെ നിറയെ കോട വന്ന് നല്ലൊരു ആംബിയൻസായി. ഈ ഹോട്ടലിലാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഉണ്ടോ, വന്ന വഴി തന്നെ കാണാനില്ല. അടിപൊളിയില്ല. ഈ അമ്പോളിയിലെ വഴികളൊക്കെ ഇതുപോലെയാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കോട വരും, പെട്ടെന്ന് ചെറിയ 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 ചാറ്റൽ മഴ പോലെ വരും. നല്ല രസമാണ്. നല്ല പച്ചപ്പും നല്ല ആംബിയൻസ്, നല്ല തണുത്തൊരു അന്തരീക്ഷമാണ് അവിടെ. ഇതാണ് റിവേഴ്സ് വാട്ടർഫോൾ. ഞങ്ങൾ വന്ന സമയത്ത് ഗംഭീര കോടയും ഒക്കെ ആയിട്ട് താഴ്വാരമൊക്കെ മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു. എങ്കിലും കുറച്ച് നേരം അവിടെയെല്ലാം ഞങ്ങൾ കറങ്ങി നടന്നു. താഴെയുള്ള അഗാധമായ താഴ്ചയുടെ ഇരുവശത്തേക്കും ഉയർന്നു നിൽക്കുന്ന മലനിരകൾ കാരണം ശക്തമായ കാറ്റ് താഴേക്ക് ഒഴുകുന്ന വെള്ളത്തിന് മുകളിലേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ റിവേഴ്സ് വാട്ടർഫോളിൻ്റെ ഒരു എഫക്റ്റ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ശക്തമായ കാറ്റിൻ്റെ ഒരു പ്രഭാവമാണത്. വളരെ കൗതുകരമായിട്ടുള്ള, എന്തായാലും മസ്റ്റ് സീ ആയിട്ടുള്ള ഒരു സ്പോട്ട് കൂടിയാണ് റിവേഴ്സ് വാട്ടർഫോൾ. വൈകുന്നേരമായി തുടങ്ങിയതോടെ സഞ്ചാരികളെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചു തുടങ്ങി. ശക്തമായ കോടയും മഴച്ചാറലും കൊണ്ട് മടങ്ങി പോകാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് കോടമഞ്ഞ് വഴിമാറി താഴ്വാരം ദൃശ്യമാകുന്നത്. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. അങ്ങനെ അമ്പോളി ഘാട്ടിൻ്റെ മനോഹരമായ കുറച്ച് ഭാഗങ്ങൾ കണ്ട് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ തിരിച്ച് യാത്രയായി. കുറഞ്ഞ ചെലവിൽ ചുരുങ്ങിയ ദിവസങ്ങളിൽ അമ്പോളി യാത്ര പ്ലാൻ ചെയ്യാവുന്നതാണ്.
മൺസൂണാണ് ഇവിടേക്കുള്ള സന്ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട സമയം. മനോഹരങ്ങളായ വെള്ളച്ചാട്ടങ്ങളും പ്രകൃതിയുടെ അത്ഭുതങ്ങൾ കാണാൻ ധൈര്യമായി അമ്പോളിയിലേക്ക് വന്നു.